+1 അഡ്മിഷൻ്റെ പ്രധാനപ്പെട്ട അലോട്ട്മെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ 1, 2, 3 ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് പ്രധാനപ്പെട്ട ഒരു ഫേസ് കഴിഞ്ഞു. ഒരുപാട് ആളുകൾക്ക് സീറ്റ് കിട്ടി, ഒരുപാട് ആളുകൾ സീറ്റ് കിട്ടാതെ കാത്തിരിക്കുന്നുണ്ട്. ഇനി അവരുടെ ഒക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അല്ലേ. ശരിക്കും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എത്രത്തോളം സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് കാര്യമുണ്ടോ, നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ ഇല്ലേ, എത്രത്തോളം ഓരോ ജില്ലയിലും ഓരോ കാറ്റഗറി വൈസും മെറിറ്റ് വൈസും ഒക്കെ സീറ്റ് ബാക്കിയുണ്ട്. ചില കാര്യങ്ങളൊക്കെ വളരെ സങ്കടകരമായ കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ നമുക്ക് ആശ്വാസം പകരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ഒരു നിലവിലെ സ്ഥിതിഗതികൾ ഇതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. റെഡി? ശരിക്കും നോക്കുകയാണെങ്കിൽ ആദ്യം മെറിറ്റ് ബേസ്ഡ് സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ കൃത്യമായി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഡിസ്ട്രിക്ട് തിരുവനന്തപുരത്താണ് മെറിറ്റ് സീറ്റിൽ ആകെ 28 സീറ്റാണ് ബാക്കിയുള്ളത്. എത്രയാണ്? 28 സീറ്റാണ് ബാക്കിയുള്ളത്. മെറിറ്റ് ആയിട്ട് പറഞ്ഞാൽ മെറിറ്റിൽ ഇനി ആകെ എത്ര സീറ്റ് ഉണ്ട്? 28 സീറ്റ്. ഇനി കൊല്ലത്താണെങ്കിൽ 258 സീറ്റ് ഒഴിവുണ്ട് മെറിറ്റ് സീറ്റിൽ. പത്തനംതിട്ടയിൽ 710 സീറ്റ് ഒഴിവുണ്ട്. ആലപ്പുഴ 374 സീറ്റ് ഒഴിവുണ്ട്. കോട്ടയത്ത് 85 സീറ്റ് ഒഴിവുണ്ട്. ഇടുക്കിയിൽ 239 സീറ്റ് ഒഴിവുണ്ട്. എറണാകുളം 425, തൃശ്ശൂർ 137, പാലക്കാട് 272, കോഴിക്കോട് 17, മലപ്പുറം 44, വയനാട് 91, കണ്ണൂർ 414, കാസർഗോഡ് 494. ശരിക്കും നോക്കുകയാണെങ്കിൽ 3588 സീറ്റുകളെ ഇനി മെറിറ്റ് സീറ്റുകൾ നമുക്ക് എന്തേ ഉള്ളൂ, ഇവിടെ ബാലൻസ് ആയി കിടക്കുന്നുള്ളൂ. ഇതിൽ ചില ജില്ലകളൊക്കെ ആശ്വാസകരം നമുക്ക് പറയാം. എങ്കിലും തിരുവനന്തപുരം, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, വയനാട്, കോട്ടയം ഇവിടെയൊക്കെ വെറും 2 ഡിജിറ്റ് സീറ്റ് മാത്രമേ മെറിറ്റ് സീറ്റിൽ എന്തേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സീറ്റിലേക്കും അലോട്ട്മെൻറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് സ്പോർട്സ് കോട്ട കാണാം. സ്പോർട്സ് കോട്ട സീറ്റ് ഒരുപാട് ഒഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൊടുത്ത ആളുകളാണെങ്കിൽ സീറ്റ് വരും. ഓക്കെ, അപ്പോൾ ഈ സീറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ഒരുപാട് സീറ്റ് നോക്കി നിങ്ങൾ ഏകദേശം 2721 സീറ്റ് പല സ്ഥലങ്ങളായിട്ടല്ലേ. അപ്പോൾ അതിൽ വയനാട് 45 കുറവുള്ളത്, ബാക്കി പിന്നെ ഇടുക്കി 87, ബാക്കി ഒരു സ്ഥലത്തൊക്കെ 100, 150, 200 സീറ്റ് അവിടെ ബാക്കി വരുന്നുണ്ട്. മിക്കവാറും നിങ്ങളെ സ്പോർട്സ് കോട്ടയിലേക്ക് ഇനി അലോട്ട്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ സപ്ലിമെന്ററിയിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധ്യത തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കമ്മ്യൂണിറ്റി കോട്ട നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9547 സീറ്റ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് 1186 സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ എന്തുണ്ട്, വാക്കൻസി കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട കൊടുക്ക ആളുകൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ വരാൻ പോകുന്നത് മാനേജ്മെന്റ് കോട്ടയാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അതുപോലെ തന്നെ ഒരുപാട് 36,187 സീറ്റ് അവിടെ വരുന്നുണ്ട്. അതാണ് മാനേജ്മെന്റ് കോട്ട വാക്കൻസിയിൽ. ഇനി അൺഎയ്ഡഡ് കോട്ടയിലേക്ക് 51,117 സീറ്റ്. ഈ 51,120 അൺഎയ്ഡഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റ് സ്കൂൾ, അതായത് ഗവൺമെന്റ് സ്കൂളല്ല, പ്രൈവറ്റ് ആയ സ്കൂളിൽ എന്ത് ചെയ്യുന്നത് ഏകദേശം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ടോട്ടൽ വാക്കൻസി വരുന്നത് 1,34,021 സീറ്റുകൾ വാക്കൻസി ഉണ്ട്, എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങളൊരു ഗവൺമെന്റ് സ്കൂൾ മെറിറ്റ് ബേസിൽ നോക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ മുന്നിൽ ആകെ കുറച്ച് സീറ്റുള്ളൂ. അതായത് 3000, 2000, ഏകദേശം 5000, 6000 സീറ്റ് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുന്നത് അല്ലേ. ഇനി നേരെ ഈ കമ്മ്യൂണിറ്റി കോട്ട പ്രധാനമായും എയ്ഡഡ് സ്കൂൾ അല്ലേ. അപ്പോൾ എയ്ഡഡ് സ്കൂൾ ശരിക്കും എന്ത് ചെയ്യും, ഒരു 10,000-10,000 സീറ്റ് കേരളത്തിൽ ഉടനീളം ആകെ ഇനി ബാക്കിയുള്ളൂ അല്ലേ. ഓരോ സീറ്റ് നോക്കി കഴിഞ്ഞാൽ 1000 ചോടെ. ഏറ്റവും മലപ്പുറത്താണ് 1186, ബാക്കിയൊക്കെ എന്താണ് 500, 400, 800, 900 ആ രീതിയിലുള്ള കുറച്ച് ഡിജിറ്റ് എന്ത് ചെയ്യുള്ളൂ ഈ നമ്മളെ മുന്നിൽ ബാക്കിയുള്ളൂ. പിന്നെ ബാക്കി വരുന്നതൊക്കെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് സ്കൂളിൽ വരുന്ന സീറ്റുകളാണ്. ഈ രീതിയിലാണ് സീറ്റിന്റെ ഒരു ലെവൽ നിൽക്കുന്നത്. ഇനി നമുക്ക് കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ജനറൽ കാറ്റഗറിയിൽ ആകെ നമുക്ക് ഇത്രയും നോക്കിയാലും വലിയ സീറ്റ് ഒഴിവൊന്നുമില്ല. ആകെ 3197 സീറ്റാണ് ജനറൽ കാറ്റഗറി ഒഴിവ് വരുന്നത്. അതായത് മറ്റേത് ഇൻക്ലൂഡഡ് ആ സാധനം വെച്ചിട്ടാട്ടോ, എക്സ്ട്രാ അല്ല. ആ സീറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സീറ്റുകളിൽ ഈ ഓരോ സീറ്റുകളാണ് ജനറൽ കാറ്റഗറി ഉള്ളത്. ഈഴവയിൽ വളരെ കുറച്ച് 32 സീറ്റ് മാത്രമേ എന്തേ ഉള്ളൂ ഈ TBയിൽ വരുന്നത്. ഈഴവ, തീയ, ബില്ലാവാല് വരുന്നുള്ളൂ. ഓക്കെ, ഇനി മുസ്ലിം കാറ്റഗറിയിൽ ആകെ 29 സീറ്റ് ടോട്ടൽ വരുന്നുള്ളൂ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ റിസർവേഷൻ വരുന്ന കേട്ടോ. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്ന്. ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം ഒക്കെ 0 ആണ്. അതുപോലെ തന്നെ ആലപ്പുഴ 0 ആണ്. ഇനി നമുക്ക് എന്താണ് ആംഗ്ലോ ഇന്ത്യൻസിൽ നോക്കുകയാണെങ്കിൽ വെറും 3 സീറ്റ് അവർക്ക് ബാക്കി വരുന്നുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. എവിടെയൊക്കെ വരുന്നത്, ഒരു എറണാകുളം ഒന്ന് വരുന്നുണ്ട്, പത്തനംതിട്ട ഒന്ന് വരുന്നുണ്ട്, പിന്നെ എവിടെ ഒന്ന് വരുന്നത്, പിന്നെ ആലപ്പുഴ.
ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ക്രിസ്ത്യൻ OBC ക്രിസ്ത്യൻ ഹിന്ദു നോക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞ സീറ്റുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു അല്ലേ. വെറും 5 സീറ്റേ ബാക്കിയുള്ളൂ, ഇവിടെ 8 സീറ്റ് അല്ലെ, 5 8 13 സീറ്റ് അതിൽ ആ ഒരു കാറ്റഗറി വൈസ് ബാക്കി വരുന്നുള്ളൂ. SC ST ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്, 46 സീറ്റും അതുപോലെ തന്നെ 28 സീറ്റുമാണ് ആകെ എന്ത് ചെയ്യുന്നത് ബാക്കി വരുമ്പോൾ. നിങ്ങളോടൊക്കെയാണ് 0 0 0 കണ്ടാൽ ആ ആളുകളൊക്കെ എന്ത് ചെയ്ത് പോയി, അവരുടെ സീറ്റൊക്കെ ഫില്ലായി പോയി എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. റെഡി. അപ്പോൾ ശരിക്കും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഡിഫറെൻറ്റ് ലേബിൾഡ് ആയ കുട്ടികൾക്ക് 197 സീറ്റ് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയ ആൾക്ക് 5 സീറ്റ് എന്ത് ചെയ്യുള്ളൂ ഇവിടെ ബാക്കി വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സീറ്റുകളൊക്കെ എന്താണ് കഴിഞ്ഞു പോവാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതാണ് നമുക്ക് നമ്മുടെ മുന്നിൽ വെക്കേണ്ട ഒരു കാര്യം. മെറിറ്റ് സീറ്റ് വളരെ കുറവ് സീറ്റ് ഇനി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഇനി സ്പോർട്സ് കോട്ട വാക്കൻസി വരുന്ന സീറ്റുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യും ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നേ നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സീറ്റിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ സ്കൂളിലാണോ സീറ്റ് ഒഴിവുള്ളത് എന്നതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യും പുറപ്പെടുപ്പിക്കും. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓരോ സ്കൂളിൽ എത്രയൊക്കെ സീറ്റ് ഏതൊക്കെ കോഴ്സിന് ഒഴിവുണ്ട് നമ്മൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് കൃത്യമായി കാത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമായ ഐഡിയ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കൃത്യമായ സീറ്റുകൾ എവിടെയൊക്കെയാണ് ഒഴിവുള്ളതെന്ന് കൃത്യമായി നമ്മൾ കണ്ടെത്തി അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇനി വരാനിരിക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കും. റെഡി. അപ്പോൾ നിങ്ങൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുമായി ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യുക നിങ്ങൾ അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്താൽ കൃത്യമായി എന്ത് ചെയ്യും ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിക്കും. റെഡി. അപ്പോൾ നമുക്ക് ഇനിയും നോക്കാം. നമുക്ക് നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. കാരണം ഇത്രയും കുറച്ച് സീറ്റ് മെറിറ്റ് ആണെങ്കിൽ നമ്മുടെ സ്പോർട്സ് കോട്ടയൊക്കെ ഉണ്ട്, അത് അങ്ങോട്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സീറ്റുകൾ അവൈലബിൾ ആയിരിക്കും. എന്നാലും കുറേ ആളുകൾ പുറത്താവുമെന്ന യാഥാർത്ഥ്യമുണ്ട്. കാരണം എല്ലാവർക്കും അക്കോമഡേറ്റ് സീറ്റ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറച്ച് ആളുകൾ പ്രൈവറ്റിലൊക്കെ എന്ത് ചെയ്യണം പഠിക്കേണ്ടി വരും എന്നാണ് ആകെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. റെഡി. അപ്പോൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, ഒരു ലൈക്കും തരാം. അടുത്തൊരു അപ്ഡേറ്റ് കാണാം. താങ്ക് യു. ബൈ.